മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിച്ച് എ. റഹീം. എം.എൽ.എ. സച്ചിൻ ദേവ് ബസ്സിൽ കയറി യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടില്ല. ബസ് ഡിപ്പോയിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത്. സംഭവത്തിനിടെ ഡ്രൈവർ തന്നെ വിളിച്ചതായും എ. റഹീം പറഞ്ഞു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, റഹീമിന്റെ വാക്കുകളിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? കാരണം യാത്രക്കാരോട് ഇറങ്ങാൻ എം.എൽ.എ. ആവശ്യപ്പെട്ടില്ല. എം.എൽ.എ. പക്ഷേ ബസ്സിൽ കയറി. ബസ് ഡിപ്പോയിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതും എന്താണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ. റഹീം ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പക്ഷേ മേയറെ പിന്തുണയ്ക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് സച്ചിൻ ദേവ് എം.എൽ.എ. ആണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറോട് കയർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ഒരു സംശയം, ഈ സച്ചിൻ ദേവ് എം.എൽ.എ. ബസ്സിനകത്ത് കയറിയോ, ബസ്സിൽ അടിച്ച് യാത്രക്കാരോട് പുറത്തിറങ്ങാൻ പറഞ്ഞോ എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സച്ചിൻ ദേവ് പറയുന്നതും. മേയർ ആര്യ രാജേന്ദ്രൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മെമ്മറി കാർഡ് മിസ്സായതുമായി ബന്ധപ്പെട്ട് യദുകൃഷ്ണന്റെ പ്രതികരണം തേടിയിരുന്നു. കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുകൃഷ്ണന്റെ പ്രതികരണം തേടിയിരുന്നപ്പോൾ യദുകൃഷ്ണൻ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു കാരണം, സച്ചിൻ ദേവ് എം.എൽ.എ. കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് കയറി യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു, യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി കെ.എസ്.ആർ.ടി.സി ബസ്സിൽ അടിച്ചു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് യദുകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് തെളിയിക്കണമെങ്കിൽ, അതായത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയോ എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏക തെളിവാണ് ഈ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡാണ് ഇന്നലെ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ആ പറഞ്ഞ ഒരു വാദം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എ. റഹീം തന്നെ, മേയർ പോലും തുറന്നു സമ്മതിക്കാത്തൊരു കാര്യമാണ് എ. റഹീം തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നത്. സച്ചിൻ ദേവ് ബസ്സിനകത്തേക്ക് കയറിയിരുന്നു, ഈ യാത്രക്കാരെ ഇറക്കി വിട്ടില്ല, പക്ഷേ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോകാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ബസ്സിൽ കയറി എന്നുള്ളൊരു ഭാഗം ഇപ്പോൾ അത് വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ വിൻസെന്റ് എം.എൽ.എ. ഒരു ആരോപണവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ ഡ്രൈവർ യദുകൃഷ്ണൻ എ. റഹീമിനെ വിളിച്ചിരുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അതും എ. റഹീം തുറന്ന് സമ്മതിക്കുകയാണ്. ഇത്തരത്തിൽ യദുകൃഷ്ണൻ എ. റഹീമിനെ ഫോണിൽ വിളിച്ചിരുന്നു, പരിചയത്തിന്റെ പുറത്താണ് വിളിച്ചത് എന്നുള്ളൊരു കാര്യം എ. റഹീം തുറന്ന് സമ്മതിക്കുകയാണ്. ഏതായാലും ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടൊരു സംഭവത്തിൽ ദുരൂഹത വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. കാരണം ഈ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്നതായിരുന്നു ഈ ഒരു മെമ്മറി കാർഡും അതിലെ ദൃശ്യങ്ങളുമൊക്കെ. ഈ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതാണ് ഒരു സംശയം. അതും ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് കെ.എസ്.ആർ.ടി.സി ബസ്സിലെ ഈ ഒരു CCTV പോലീസ് പരിശോധിക്കാൻ തയ്യാറാകുന്നത്. എന്തുകൊണ്ട് ഈ CCTV ഉണ്ട് എന്നുള്ളൊരു കാര്യം കെ.എസ്.ആർ.ടി.സി അധികൃതർ പറഞ്ഞില്ല, അല്ലെങ്കിൽ പോലീസ് അത് അന്വേഷിച്ചില്ല എന്നുള്ളതൊക്കെ ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂരിൽ സർവീസ് പോയിട്ട് തിരികെ വന്ന് ഇന്നലെ രാവിലെയാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമാകുമോ എന്നുള്ളതാണ് ഉയരുന്നൊരു സംശയം. ഇതൊരു വെറും പ്രഹസനമായി മാത്രം, അതായത് മേയറെയും എം.എൽ.എയും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മൊത്തത്തിൽ മാറുന്നു എന്നുള്ളതാണ് ഉയരുന്നൊരു ആരോപണം. അത് തെളിയിക്കുന്ന തരത്തിലാണ് ഈ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്ന സംശയം സച്ചിൻ ദേവ് ബസ്സിനകത്തേക്ക് കയറിയോ എന്നുള്ളതാണ്. ഈ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ആളുകളെ അതിൽ നിന്ന് പുറത്തിറക്കാനോ ആർക്കും അവകാശമില്ല. അത് നിയമലംഘനമാണ്. അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ആരാണോ ചെയ്തത് അവർക്കെതിരെ കേസെടുക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡ് മിസ്സായതിലൊക്കെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ യദുകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം കൂടി തെളിയുകയാണ്. അതായത് സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി എന്നുള്ളത് എ. റഹീം തന്നെ, MP തന്നെ തുറന്ന് സമ്മതിക്കുന്നു. മേയർ പോലും സമ്മതിക്കാത്തൊരു കാര്യം എ. റഹീം തുറന്ന് സമ്മതിക്കുന്നതിലൂടെ വെട്ടിലായിരിക്കുന്നത് സച്ചിൻ ദേവാണ്. മേയറെയും MLA-യും സംരക്ഷിക്കാൻ വേണ്ടി വാദങ്ങൾ നടത്താൻ വിളിച്ച എ. റഹീമിന്റെ വാർത്താ സമ്മേളനം MLA-ക്ക് തന്നെ കുരുക്കാകുന്ന സാഹചര്യം. രശ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.